ഓർമ്മിച്ചാൽ പ്രിയമുള്ളവരെ, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പ്രത്യേക അറിവുകൾ നൽകുന്ന ഒരു വീഡിയോ ആണ്. അപ്പം നമ്മൾ ആ അറിവുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മളിപ്പോൾ എത്തിയത് ഒരു കുഴൽക്കിണറിൻ്റെ സ്ഥാനം കാണുന്ന സ്പോട്ടിലാണ്. അത് സ്ഥാനം കണ്ടത് ബാബു തോമസ്. അദ്ദേഹം ഒരു കുഴൽക്കിണർ, വീട്, അതുപോലെ സാധാ കിണർ എന്നിവയ്ക്കൊക്കെ സ്ഥാനം കാണാറുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്ഥാനം കാണുന്ന വീഡിയോ നമുക്ക് പൂർണ്ണമായിട്ട് കാണാം. അദ്ദേഹമായിട്ടുള്ള അഭിപ്രായം പങ്കുവയ്ക്കാം. ഞാൻ 30 വർഷമായിട്ട് ഈ ഫീൽഡിലുണ്ട്. എൻ്റെ ഗുരു എന്ന് പറഞ്ഞാൽ പിൻപാലുകാരൻ ദാമോദരനാശാരിയാണ്. പുള്ളിയുടെ മരണശേഷം ഞാനിത് ഏറ്റെടുത്തതാണ്. ദാമോദരനാശാരി എന്ന് പറഞ്ഞാൽ നമ്മുടെ ദത്തനാശാരിയാണ്. ഭയങ്കര പേര് കേട്ട ആളായിരുന്നല്ലേ? ദത്തനാണ് എൻ്റെ ആശാൻ. പുള്ളി മരണശേഷം അത് ഞാൻ ഏറ്റെടുത്ത് ചെയ്യുന്നത്. ദൈവികമായ അനുഗ്രഹവും ഗുരുവിൻ്റെ അനുഗ്രഹവും അതേ ഉള്ളൂ. അപ്പം ഇതുവരെ കൂടുതൽ കണ്ടേക്കുന്നത് കുഴൽക്കിണറാണോ അതോ? കൂടുതൽ കുഴൽക്കിണറുണ്ട്. ഒപ്പം കിണറായി ഒരു ആണ്ടിൽ 1-2 ഓരോ. അതുപോലെ വീടിൻ്റെ അറിയാവുന്നവരെ വിളിക്കാറുണ്ട്, പോകാറുണ്ട്, കുറ്റിയിടാറുണ്ട്. പിന്നെ പ്ലാൻ അങ്ങനെയൊന്നുമില്ല. ലൊക്കേഷൻ സൈറ്റൊക്കെ കാണിച്ചു കൊടുക്കും. പ്ലാൻ വരയ്ക്കുന്നില്ല? പ്ലാനൊന്നുമില്ല. കുറ്റിയിടൽ മാത്രം സ്ഥാനം. ഓക്കെ എന്നാ. ഓക്കെ, താങ്ക് യു. അതുപോലെ ഇന്നത്തെ നമ്മുടെ യാത്ര ബാബുച്ചേട്ടനെ പോവാണ്. നമുക്ക് ആ ബാബുച്ചേട്ടനെ പരിചയപ്പെടാം. ഇതാണ് ബാബു തോമസ് എന്ന് പറയുന്ന ബാബുച്ചേട്ടൻ. നേരത്തെ ബാബുച്ചേട്ടൻ ഇവിടെ NTR ആയിരുന്നു. NTR എന്ന് പറഞ്ഞാൽ മുക്കളത്തായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹം ഇപ്പം താമസിക്കുന്നത് പൈകയിലാണ്. നമ്മൾ പ്രത്യേകത എന്ന് പറഞ്ഞത് അദ്ദേഹം വീടിന് അതുപോലെ കിണറുകൾ, അതുപോലെ കുഴൽക്കിണർ തുടങ്ങിയവയ്ക്കൊക്കെ സ്ഥാനം കാണുന്നുണ്ട്. വളരെ ഭംഗിയായിട്ട്, വളരെ നല്ല രീതിയിൽ കുഴൽക്കിണറൊക്കെ സ്ഥാനം കണ്ടാൽ കൃത്യമായിട്ട് ആ പറയുന്ന കണക്കിന് തന്നെ വെള്ളം കിട്ടുന്നു. നമ്മുടെ ഈ ഏരിയയിൽ തന്നെ വളരെ അപൂർവമായിട്ട് വെള്ളം കിട്ടത്തില്ല എന്ന് പറഞ്ഞ മേഖലയിൽ പോലും അദ്ദേഹത്തിൻ്റെ ആ സ്ഥാനം കണ്ട സ്ഥലത്ത് വെള്ളം കിട്ടുകയും അതിന് ദൈവാനുഗ്രഹം, അതിന് നമുക്ക് മറ്റൊന്നും പറയാനില്ല. ഏതായാലും അദ്ദേഹത്തിന് അവിടെ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം. താങ്കൾ ഈ രംഗത്തേക്ക് ഇറങ്ങി തിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാരണം എന്ന് വെച്ചാൽ, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ പെരുമ്പാവൂരുകാരൻ ദാമോദരനാശാരിയാണ് എന്നെ 14-15 വയസ്സ് കാലത്ത് പഠിപ്പിച്ചൊരു വിദ്യ. അപ്പോൾ അന്നത്തെ കാലത്ത് ചിരട്ട വെള്ളം എടുത്തെന്നാൽ, പാത്രത്തിൽ വെള്ളം എടുത്തെന്നാലും ഈ പെൻഡിലുണ്ടല്ലോ, അത് മുമ്പേ കറക്കിയ പെൻഡിലല്ലേ, അതുപോലെ സാധനങ്ങൾ വെള്ളമുള്ള സ്ഥലത്ത് നിന്ന് കറങ്ങുമായിരുന്നു. റൗണ്ടിൽ കറങ്ങും. അത് ചെറുപ്പകാലത്ത് നമ്മൾ അത്ര കാര്യമാക്കിയില്ല. പുള്ളി വീട്ടിൽ പണിയാൻ വന്ന സമയത്തായിരുന്നു. അപ്പം പുള്ളി ആ പണിസ്ഥാനൊക്കെ വീട്ടിൽ വെച്ചാൽ പുള്ളി അവധിക്ക് നാട്ടിൽ പോയതാ. പിന്നെ പോയിട്ട് പുള്ളി വന്നിട്ടില്ല. പിന്നെ ഒരു 10-25 വർഷം വയസ്സായപ്പം കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഈ ആയുധങ്ങളൊക്കെ എടുത്ത് നോക്കുന്നത്. പുള്ളി അന്ന് പഠിപ്പിച്ചൊക്കെ നിന്നപ്പോൾ ഒന്നുകൂടെ പരീക്ഷിച്ച് നോക്കും. 30 വർഷമായിട്ട് ഈ ഫീൽഡിൽ ഇപ്പം അതുമായിട്ട് മുന്നോട്ട് പോകും. കേരളത്തിലെ തമിഴ്നാട്, ഇടുക്കി, കോട്ടയം ജില്ലകളിലെ മിക്ക സ്ഥലത്തും പോകുന്നുണ്ട്. കൂടുതലായിട്ട് നമ്മൾ പറയുമ്പോൾ എല്ലാ സ്ഥലത്തും വെള്ളമുണ്ട്. ചില മനുഷ്യർക്ക് വെള്ളം കിട്ടത്തില്ല, ചില ഭൂമിയിലും വെള്ളം കിട്ടത്തില്ല. അങ്ങനെ ഇത് ശരിക്കും പറഞ്ഞ ഒരു ശാസ്ത്രമാണോ അതോ ദൈവാനുഗ്രഹമാണോ? രണ്ടും കൂടെ കൂടുന്നതാണ് ഇത്. ആണല്ലേ? ഇതെല്ലാം വേണം. ശരീരത്തിലെ ബ്ലഡിന്റെ ആണ്. പറമ്പിൽ കയറുമ്പോൾ നമുക്കറിയാം എങ്ങനെ ശരീരത്തെ ഒരു ബ്ലഡിന്റെ ഒരു പ്രവർത്തനത്തെ ആ ഇത് അറിയുന്നത്. നമുക്ക് പറമ്പിൽ കയറുമ്പോൾ നമുക്കറിയാം. പിന്നെ ഒരു ദൈവാനുഗ്രഹം അതുപോലെ തന്നെ ദൈവാനുഗ്രഹവും.
പ്ലാവിൻ്റെ കമ്പ് വേണം. ഇവിടെ വേസ്റ്റുകളൊന്നും താഴ്ന്നില്ലല്ലേ? ഇല്ല, അവിടെ ഇല്ല. പാല് തൈ വരുന്നില്ല, തൈ വരുന്നില്ല. ആ ഓൾഡ് പറമ്പി കയറി കിട്ടുന്നില്ലേ? മണ്ണ മതി, ഒരടി നീളം മതി. ഒന്ന് ഓർമ്മിച്ചാൽ ഇവിടെ ഏതാ താഴത്തെ അല്ലേ? ഒരു കല്ലെടുത്തിട്ടുണ്ട്. കയ്യേ വീട് മതി മതി, പിള്ളേർക്കും പറിക്കല്ലേ. എവിടെ? ഇതുവരെ മണ്ണ് കാണും കേട്ടോ. ആ, അവിടെ തന്നെ അല്ലേ? 20 അടി മണ്ണുണ്ടാവും. 25 പോവായിരിക്കും. അത് പറയാം, പാറയും മട്ടിയൊക്കെ ആയിട്ട്. അപ്പം 300-350 വരെ പോകാൻ സാധ്യതയുണ്ട്. 350 400 വരെ പോവാം. അടി 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 എന്നാലേ വെള്ളം അകത്തുണ്ട്. കാലാവസ്ഥ ഇച്ചിരി ഉണങ്ങി നിൽക്കുന്നുണ്ട്. ഇവിടെ മുന്നോട്ട് പോകാൻ സാധ്യത. സാധാരണ കൊടുക്കുന്നതൊക്കെ എത്രയായിരുന്നു? സാധാരണ മഴക്കാലത്തൊക്കെ ഇത് 150. ചില ഏറിയ കാലത്തടിച്ചിട്ട് കാര്യമില്ല. ഓരോ ഏറിയവിടെ ഇത് മാത്രം, ഇവിടെ മാത്രമല്ലേ നോക്കുള്ളൂ. അതൊക്കെ പുറകിലുണ്ട്. അന്നേരം അവിടെ ഇതിരിക്കുക, നമുക്ക് അടിക്കാൻ പറ്റും അല്ലേ? അവിടെ ഉള്ള സാധനമുള്ള നേരത്തെ നമ്മൾ നോക്കിയിട്ടുള്ള അല്ല ഞാൻ അവിടെ പറ്റത്തില്ല. കൊടുക്കണമെന്നുള്ളത് അടിക്കാൻ പറ്റില്ല. വെള്ളം കാണിക്കുന്നുണ്ട്. വെള്ളമുണ്ട് ഇവിടെ. കുഴപ്പമില്ല. ജോന്റെ കപ്പാസിറ്റി 500 വരെ പോയാലും കുഴപ്പമില്ല. 110 മീറ്ററോളം പോയി. 400 പറഞ്ഞു അടി. ഒരടിക്ക് 95-100 ഒക്കെയാണ്.
ഞാൻ മറ്റേ അങ്കമ്മ ടീച്ചറിനെ അവിടെ കണ്ടിട്ടുണ്ട്. ആണോ? ഏതാ സുഗതൻ? മറ്റേ സുജ. സുജയുടെ ഞങ്ങളെല്ലാം ഒരുമിച്ച് പഠിച്ചതാ. ഞാൻ അവനുമായിട്ടൊന്ന് ചോദിച്ചു. ആണോ? അവിടെ ചേട്ടനായിരുന്നു തോന്നേ. ആണോ? ഇതിന് മുമ്പ് സാധനം കണ്ട ആള് നിൽക്കുന്നു ഇതേ പുള്ളി. ഇവിടെ. എത്ര വർഷം മുന്നേ കണ്ട് ബാബുചേട്ടൻ സാധനം കണ്ടേ? 3 വർഷം 4 വർഷമായി. എത്ര അടി തന്നു? 375. 375. निकालो हाँ सब निकालो आज का पैसे ज्यादा है